ട്രൂ മീഡിയ കേരള വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ എരുതുകടവാണ്. എരുതുകടവ് ഓറയ്ക്കൽ സാബുവേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സാബുവേട്ടൻ്റെ മകൾ, ഉളിക്കലിൽ ലോഡിംഗ് തൊഴിലാളിയാണ് സാബുവേട്ടൻ. സാബുവേട്ടൻ്റെ മകൾ നമ്മുടെ സംസ്ഥാന കായിക മേളയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ആ മകളെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് വന്നെത്തിയിരിക്കുന്നത്. നമുക്ക് ആദ്യം മോള് കരസ്ഥമാക്കിയ ആ മെഡലുകളും അതോടൊപ്പം തന്നെ ട്രോഫികളൊക്കെ നമുക്കൊന്ന് കാണാം. നമ്മുടെ കണ്ണൂർ ജില്ലയ്ക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ ഉളിക്കലിന് എരുതുകടവിനൊക്കെ അഭിമാനമായി മാറിയ മോളാണ്. അപ്പോൾ മോളെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ മോളെ പേര്? അഞ്ജന സാബു. അഞ്ജന സാബു. സാബു എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇപ്പോൾ പ്ലസ് ടു. ഏത് സ്കൂളിലാണ്? കണ്ണൂർ മുനിസിപ്പൽ സ്കൂൾ, കണ്ണൂർ സ്പോർട്സ് സ്കൂളിലാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു സംസ്ഥാന കായിക മേളയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചു? ഏത് ഐറ്റത്തിലാണ് മോള് പങ്കെടുത്തത്? ഞാൻ 400 ഹഡിൽസിൽ സീനിയർ ഗേൾസിൽ. ഏതാ മെഡൽ? സിൽവർ ആണ് നമ്മുടെ മോള് കരസ്ഥമാക്കിയിട്ടുള്ളത്. എങ്ങനെയുണ്ട് മോളെ നമ്മുടെ ഈ ഒരു സംസ്ഥാന കായിക മേളയിലെ ആ ഒരു പങ്കെടുത്തപ്പോൾ ഉണ്ടായിരുന്ന അനുഭവം എങ്ങനെ? കുഴപ്പമൊന്നുമില്ലായിരുന്നു, മഴയൊക്കെ ആയിരുന്നു. എത്ര ദിവസം ഉണ്ടായിരുന്നു? 6 ദിവസം. 6 ദിവസം. അപ്പോൾ ഈ സമ്മാനമൊക്കെ കിട്ടിയപ്പോൾ വീട്ടുകാരുടെ ഒക്കെ സന്തോഷമൊക്കെ എങ്ങനെ? എല്ലാവർക്കും നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ആരാ ഇതിന്റെ കോച്ച്? ആരാണ്? സത്യൻ സാറും സന്തോഷ് സാറും. നമ്മൾ എത്ര തവണ സംസ്ഥാന തലത്തിൽ പങ്കെടുത്തിട്ടുണ്ട്? 3 തവണ. സ്കൂൾസ് മീറ്റ് 3 തവണ, അല്ലാണ്ട് ജൂനിയർ മീറ്റ് ഒക്കെ. എങ്ങനെയാണ് ഈ സ്പോർട്സിലേക്ക് വന്നത്? സ്പോർട്സിലേക്ക് വന്നത് ഇവിടെ പഞ്ചായത്തിന്റെ വക കോച്ചിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ അച്ഛൻ കൊണ്ടുപോയിട്ട് അങ്ങനെ ബെഞ്ചമിൻ സാറ് കയറ്റി വിട്ടതാണ്. സ്പോർട്സ് സ്കൂളിലോട്ടുള്ള സെലക്ഷന് പറഞ്ഞു വിട്ട് അങ്ങനെ കയറിയത്. അപ്പം ഈ പഠനത്തോടൊപ്പം നമ്മുടെ കായികവുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ അംബിഷൻ എന്താണ്? അംബിഷൻ 400 ഹഡിലിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹം. നാഷണൽ മീറ്റിൽ പങ്കെടുത്തിട്ടില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? അന്ന് 6ാം സ്ഥാനമായിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു, അതിലേക്ക് ചെയ്യാൻ പറ്റിയില്ല. ഗംഭീരായിരുന്നു. കൂട്ടുകാരുടെ ഒക്കെ സപ്പോർട്ട് എങ്ങനെ? കൂട്ടുകാരെല്ലാം അടിപൊളി, നല്ല സപ്പോർട്ടാണ്. പ്ലസ് 2 സയൻസ് ആണോ? സയൻസ് ആണ്. ഭംഗിയായി മുന്നോട്ട് പോകുന്നു. ഭംഗിയായിട്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട കായിക താരാരാ? 400 ഹഡിൽ ചെയ്യുന്നോണ്ട് തന്നെ എനിക്ക് പി ടി ഉഷയോടാണ്. അപ്പൊ പി ടി ഉഷയുടെ ഒരു വലിയ ആരാധികയാണ്. പി ടി ഉഷയെ പോലെ തന്നെ നമ്മുടെ നാടിന് ഒരു അടുത്ത നമ്മുടെ എരുതുകടവിന്റെ ഒരു പി ടി ഉഷയായി നമ്മുടെ മോള് മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മോളുടെ ഏതൊക്കെ സ്കൂളുകളിലാണ് പഠിച്ചത്? 6ാം ക്ലാസ് വരെ വൈത്തൂർ യു പി സ്കൂളിൽ. അത് കഴിഞ്ഞ് 7ലോട്ടുള്ള സെലക്ഷന് കണ്ണൂർ കിട്ടി. അടിപൊളിയാണ്. ഗംഭീരാണ്. അപ്പോൾ നമ്മുടെ ഈ നാഷണൽ ലെവലിൽ കളിച്ച് അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ ഒളിമ്പിക്സ് അല്ലേ, ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കണം ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ട്. അപ്പം നമ്മുടെ നാടിനൊരു അഭിമാനമായി ഈ മാറിയ മോളാണ്. ഇപ്പോൾ മോളുടെ ആഗ്രഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടി പങ്കെടുക്കുക, മത്സരത്തിൽ വിന്നറാകുക എന്നൊക്കെയാണ് മോളുടെ ആഗ്രഹം. അപ്പോൾ വീട്ടുകാരുടെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. സഹോദര, നമ്മുടെ നാടിനൊരു അഭിമാനമായി മാറിയിരിക്കുകയാണ് മോള്. ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? പറയാൻ സന്തോഷമുണ്ട്. പിന്നെ ചെറിയ നേട്ടമാണ്, പക്ഷെ അത് വലിയ രീതിയിൽ അവർക്ക് പ്രോത്സാഹനവും അംഗീകാരവും ഒക്കെ നാട്ടുകാരും അതുപോലെ സുഹൃത്തുക്കളും ഒക്കെ കൊടുക്കുന്നുണ്ട്. ചെറിയ ഒരു നേട്ടമായിട്ട് തന്നെ ഞാൻ ഇത് കാണുന്നുള്ളൂ, അത് ഒരു വലിയ നേട്ടമായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഇനി മുമ്പോട്ട് വലിയ നേട്ടങ്ങൾ കിട്ടട്ടെ എന്ന് ഒരു ആഗ്രഹമുണ്ട്. ഇങ്ങനെ നമ്മുടെ കുടുംബത്തിൽ വേറെ കായിക താരങ്ങളൊക്കെ ഉണ്ടോ ഇതിനു മുമ്പ്? കുടുംബത്തിൽ അങ്ങനെ കായിക താരങ്ങൾ എന്ന് പറയാൻ ഇല്ല. പക്ഷെ ഇവളുടെ അമ്മ ജില്ലാതലത്തിൽ ലോങ് ജമ്പിനും ഹൈ ജമ്പിനും ഒക്കെ പ്രൈസ് മേടിച്ചിട്ടുള്ളതാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ. അതേ ഉള്ളൂ, പാരമ്പര്യം എന്ന് പറയാൻ അതേ ഉള്ളൂ. നമ്മുടെ സംസ്ഥാന കായിക മേള എന്ന് പറയുന്നത് വലിയൊരു അതിന് പങ്കെടുക്കുക എന്ന് തന്നെ പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം ഒരുപാട് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തു. അപ്പം എന്താണ് മോക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം? മോക്ക് കൊടുക്കാനുള്ള ഉപദേശം ഇപ്പം അവളോട് എപ്പോഴും ഞാൻ പറയലുണ്ട്, നന്നായിട്ട് പരിശ്രമിക്കുക, കിട്ടുന്ന അവസരങ്ങൾ അത് ഉപയോഗിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ മോള് ഒരു മിന്നും പ്രകടനം കാഴ്ചവെച്ച് നമ്മുടെ നാടിനൊക്കെ അഭിമാനമായി മാറിയിട്ടുണ്ട്. ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട് ഇവിടം വരെ എത്താൻ സാധിച്ചതിൽ. സന്തോഷം. എന്താ പേര്? എൻ്റെ പേര് റീന. എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യും മണിക്കടവ് സാന്ത്വനത്തിൽ. മണിക്കടവ്. മണിക്കടവ്. അപ്പം
സാബുവേട്ടൻ പറഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജില്ലാ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത്. ആ ഒരു പിന്തുടർച്ചയാണ് മാർക്ക് കിട്ടിയതല്ലേ? അതെ അതെ. അത് ഓട്ടത്തിലാണെന്നേ ഉള്ളൂ. ഓട്ടത്തിൽ ഞാൻ ലോങ് ജമ്പ് ആയിരുന്നു. 3 വർഷം ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഡിസ്ട്രിക്റ്റിൽ. ഇവള് ഹർഡിൽസിലായിരുന്നു. സന്തോഷം. അപ്പോൾ നമ്മുടെ മോളെ സഹോദരനാണ്. എന്താ മോന്റെ പേര്? എൻ്റെ പേര് അജിൻ. അജിൻ എന്താ ചെയ്യുന്നത്? പഠിക്കുന്നത്? ഞാൻ ബികോം പഠിക്കും. എവിടെ? ഡോൺ ബോസ്കോയിൽ. മോനും കായിക താരമാണോ? അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. കാണുമ്പോൾ ഒരു വോളിബോളൊക്കെ കളിക്കുന്ന ഒരു ഫീലൊക്കെ ഉണ്ടല്ലേ? വോളിബോൾ കളിക്കും? വോളിബോൾ കളിക്കുമായിരുന്നു അവിടെ ബെഞ്ചമിൻ സാറിൻ്റെ കോച്ചിങ്. ബെഞ്ചമിൻ സാർ. അപ്പോൾ നമ്മുടെ ഈ ബെഞ്ചമിൻ സാർ നമ്മുടെ ഈ മേഖലയിൽ നിന്നുള്ള കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ ഒരുപാട് പങ്ക് വഹിക്കുന്ന ഒരു സാറാണ് ബെഞ്ചമിൻ സാറ്. ബെഞ്ചമിൻ സാർ ഇന്നിവിടെ നമ്മോടൊപ്പം ഇല്ല. നമുക്കൊരു ദിവസം നമുക്ക് പരിചയപ്പെടാം. പിന്നെ മോള് നമ്മുടെ അനിയത്തിക്കുട്ടി ഗംഭീരമായിട്ടൊരു പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച് ഒരു മിന്നും പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ്. ഈ ഒരു നിമിഷത്തിന് മോൻ എന്താ പറയാനുള്ളത്? സന്തോഷം. ഒറ്റ വാക്കി ചുരുക്കി. ഓക്കെ. ശരി, ഗ്രൗണ്ടിൽ നിന്നൊക്കെയാണ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടി പ്രയത്നിച്ചൊക്കെയാണ് ഈ മോളുടെ ടീമൊക്കെ നല്ലൊരു വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ഇത് കാണുന്ന അധികൃതർ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൗണ്ട് കൂടി കണ്ണൂർ തന്നെ ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയും കൂടി ട്രൂ മീഡിയ കേരള മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ മോക്ക് എല്ലാവിധ ആശംസകളും ട്രൂ മീഡിയ നേരുകയാണ്. ഇനിയും ഒരുപാട് നമ്മുടെ നാഷണൽ ലെവലിൽ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒരുപാട് ഒളിമ്പിക്സിലൊക്കെ മോക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.